നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു വൻ ഭൂകമ്പം സംഭവിച്ചിരിക്കുകയാണ്. സഞ്ജു സാംസൺ എന്ന പേരിനു ചുറ്റുമുള്ള അവഗണനയുടെ മതിലുകൾ തകർന്നു വീഴുകയാണ്. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കർക്കശമായ നിലപാടിനു മുന്നിൽ സെലക്ഷൻ കമ്മിറ്റിയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു. അടുത്ത ഏകദിന പരമ്പര മുതൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുമെന്ന ആവേശകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റപ്പോൾ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്: പ്രകടനമാണ് ഏക മാനദണ്ഡം. സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ പ്രതിഭയെയും അദ്ദേഹത്തിന്റെ ഇമ്പാക്റ്റിനെയും കുറിച്ച് ഗംഭീറിന് കൃത്യമായ ബോധ്യമുണ്ട്. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ സെലക്ഷൻ കമ്മിറ്റിക്കുള്ളിൽ പലപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ ഇത്തവണ ഗംഭീർ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. പ്രതിഭയുള്ളവർക്ക് അവസരം നൽകാതെ അവരെ തഴയുന്നത് ടീമിന് ഗുണകരമല്ല എന്ന ഗംഭീറിന്റെ കർക്കശമായ നിലപാടാണ് സെലക്ടർമാരെ മാറ്റി ചിന്തിപ്പിച്ചത്. ഋഷഭ് പന്തിന്റെ ഫോമില്ലായ്മയും ഏകദിനത്തിൽ സഞ്ജുവിനുള്ള മികച്ച റെക്കോർഡും ഗംഭീർ ചൂണ്ടിക്കാട്ടി. ഒടുവിൽ അഗാർക്കറും സംഘവും സഞ്ജുവിന്റെ തിരിച്ചുവരവിനായി പച്ചക്കൊടി വീശുകയായിരുന്നു. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും മറ്റ് സെലക്ടർമാരും സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു വിമുഖത കാണിച്ചിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഗംഭീറിന്റെ ഇടപെടൽ കാര്യങ്ങളെ മാറ്റിമറിച്ചു. സഞ്ജുവിന്റെ ഏകദിനത്തിലെ 50-ന് മുകളിലുള്ള ബാറ്റിംഗ് ശരാശരി അവഗണിക്കാൻ കഴിയില്ലെന്ന് സെലക്ടർമാർക്ക് ബോധ്യപ്പെട്ടു. അടുത്ത ഏകദിന പരമ്പര മുതൽ സഞ്ജു ടീമിലുണ്ടാകുമെന്ന് ഉറപ്പായതോടെ സഞ്ജുവിന്റെ ആരാധകർ ആവേശത്തിലാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് സൂചന. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. സഞ്ജു സാംസൺ എന്ന താരം തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് കടന്നുപോകുന്നത്. T20 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം സഞ്ജുവിന്റെ ആത്മവിശ്വാസം വാനോളമാണ്. ഏകദിന ഫോർമാറ്റിൽ സഞ്ജുവിന് ലഭിക്കുന്ന ഈ അവസരം വളരെ നിർണായകമാണ്. മധ്യനിരയിൽ ഗെയിം ഫിനിഷ് ചെയ്യാനും സമ്മർദ്ദഘട്ടങ്ങളിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുമുള്ള സഞ്ജുവിന്റെ കഴിവ് ടീം ഇന്ത്യക്ക് വലിയ കരുത്താകും. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ സഞ്ജു നേടിയ ആ മനോഹരമായ സെഞ്ചുറി നമുക്ക് മറക്കാനാവില്ല. അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചാൽ ടീമിലെ തന്റെ സ്ഥാനം സുരക്ഷിതമാക്കാൻ അദ്ദേഹത്തിന് കഴിയും. സഞ്ജു ടീമിലെത്തുമ്പോൾ അത് ഋഷഭ് പന്ത്, KL രാഹുൽ തുടങ്ങിയ താരങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. സഞ്ജു സാംസൺ എന്ന പേര് മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. ഓരോ തവണ സഞ്ജു തഴയപ്പെടുമ്പോഴും ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇത്തവണ ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഗംഭീർ എന്ന പരിശീലകന്റെ പിന്തുണ സഞ്ജുവിന് ലഭിക്കുന്നു എന്നത് വലിയൊരു മാറ്റം.